വെൽക്കം ബാക്ക് എവരിവൺ, മൈസൂർ ഷഹീൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി 14 പ്രോ സീരീസിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് അറിയുന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മളെ നമ്പർ സീരീസ് എന്ന് പറയുന്ന റിയൽമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏതൊരു കാലത്തും ഫോക്കസ് ചെയ്യുന്നതാണ് റിയൽമിയുടെ നമ്പർ സീരീസ്. പ്രീവിയസ് ജനറേഷനിൽ നമ്മൾ 13 സീരീസ് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ സീരീസിൽ നിന്നും അടുത്തൊരു സീരീസിലോട്ട് എത്തുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളിതിൽ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായിരിക്കും ഈ ഒരു ഫോക്കസിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് കോളർ ആയിട്ടുള്ള യങ് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു കസ്റ്റമർ കാറ്റഗറിയാണ്. ഈ ഒരു കസ്റ്റമർ കാറ്റഗറി എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യലി എൻഗേജ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് അഡാപ്റ്റ് ചെയ്യുന്നതും, അതേപോലെ ഏറ്റവും കൂടുതൽ പവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന പവർ യൂസേജസും വരുന്ന ആ ഒരു കസ്റ്റമർ ബേസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അഥവാ ഒരു 30 to 40K സെഗ്മെൻറ്റിലോട്ടാണ് റിയൽമിയുടെ 14 പ്രോ പ്ലസ് സീരീസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടാർഗറ്റ് ബേസ്ഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും യങ് ആയിട്ടുള്ള വൈറ്റ് കോളർ പീപ്പിൾസ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു യൂസേജ് ആസ് പെർ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിയിലാണ് അവരുടെ ഫോക്കസ് വന്നിരിക്കുന്നത്. അഥവാ രണ്ടാമത് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയ, ദെൻ ഗെയിമിംഗ് എന്നുള്ള ടോപ്പ് 2 നമുക്ക് ആ ഒരു ആസ് പെർ സർവേയിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു സെഗ്മെൻറ്റിൽ എന്തുകൊണ്ടായിരിക്കും ഫോട്ടോഗ്രാഫിക്ക് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഈവൻ ഫോട്ടോഗ്രാഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതൊരു തരത്തിലുള്ള ഫോട്ടോഗ്രാഫി ആയിരിക്കും അവർക്ക് ഫോക്കസ് വരുന്നത്. കാരണം അവർക്ക് ഡേ ലൈഫ് എന്ന് പറയുന്ന അവർ കംപ്ലീറ്റ്ലി അവരുടെ ഓഫീസ് കൺസെപ്റ്റിൽ ബുക്ക്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള അഥവാ ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫിയിലായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സെഗ്മെൻറ്റിലാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്ട് അഥവാ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഇൻബിൽറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇത് അധികം വൈകുന്നില്ല, ആ ഒരു പ്രധാനപ്പെട്ട ഇതിലോട്ട് നീങ്ങാം. ഈ ഒരു സെഗ്മെൻറ്റിലെ കസ്റ്റമർ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആയിരിക്കും. കാരണം അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഡേ ടൈം ആണ്. അപ്പോൾ ലോ ലൈറ്റിലെ ഫോട്ടോഗ്രാഫീസ് അവർക്ക് എടുക്കാനുള്ള ആ ഒരു കൺസെപ്റ്റ് ഫോൺസിൽ അവൈലബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോറേജ്, അതേപോലെ ഫോട്ടോസ് എടുക്കുമ്പോൾ ബ്ലേഡ് ആയിട്ടുള്ള ഷേക്കി ആയിട്ടുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്നത്, ലാഗ് ആവുന്നത്, നൈറ്റ് ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നു, അതിനാവശ്യമായിട്ട് പെട്ടെന്നായിട്ടുള്ളൊരു ക്വിക്ക് ഫാസ്റ്റിംഗ് ചാർജർ വരുന്നില്ല, ഡിസൈൻ ആണെങ്കിലും ഒരു അഗ്ലി ഡിസൈൻസ്, അതേപോലെ പെട്ടെന്ന് ഡിവൈസ് അഥവാ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡിവൈസ് ഓവർ ഹീറ്റ് ആവുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മളിതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് റിയൽമിയുടെ ഈ ഒരു 14 പ്രോ പ്ലസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഹിറ്റ് ചെയ്യുന്ന 3 കൺസെപ്റ്റിലാണ്. സോ യുണീക്ക്, സോ ക്ലിയർ, സോ പവർഫുൾ എന്നുള്ള 3 കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് എൻ്റയർലി നമ്മൾ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ പോലെ തന്നെ സോ യുണീക്ക്, എന്തായിരിക്കും യുണീക്കായിട്ട് ഇതിൽ വേണ്ടി വരുന്നത്? ഈവൻ ഡിസൈൻ ആവാം, ബാക്കിയുള്ള ഫങ്ഷൻസ് ആയിരിക്കാം. അതേപോലെ തന്നെ സോ ക്ലിയർ, ദാറ്റ് മീൻസ് ഫോണിൻ്റെ ക്ലാരിറ്റി അഥവാ ഡിസ്പ്ലേ ക്വാളിറ്റി. ദെൻ സോ പവർഫുൾ, ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഓവറോൾ പെർഫോമൻസ് ആണെങ്കിലും എന്തൊക്കെയാണ് ഈ ഒരു 3 വേർഡിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഹിറ്റ് ചെയ്യുന്നത്. സോ യുണീക്ക്, സോ ക്ലിയർ, സോ പവർഫുൾ. റിയൽമി 14 പ്രോ പ്ലസിൽ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് വേൾഡ് ഫസ്റ്റ് കോൾഡ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് ഡിസൈനാണ്. അഥവാ നമ്മളൊരു സിറ്റുവേഷൻ ഒരു 60 ഡിഗ്രി താഴെ നമ്മളിപ്പോൾ വെള്ളം തട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന പേൾ ഡിസൈൻ എന്നാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു പേൾ ഡിസൈൻ ഓട്ടോമാറ്റിക്കലി ടേൺ ചെയ്ത് ബ്ലൂയിലോട്ട് മാറുന്നതായിരിക്കും. അത് എപ്പോൾ അതിൽ നിന്ന് മാറുന്നുവോ തിരിച്ച് ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള ഈ ഒരു വൈറ്റിലോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഡിസൈൻ, ഈ ഒരു പേൾ ഡിസൈൻ സാധാരണ നമ്മൾ സ്മാർട്ട് ഫോണിൽ കാണുന്നതാണ്. ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ മറ്റൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെയിം ഡിസൈൻ തന്നെയായിരിക്കും. പക്ഷേ 14 പ്രോ സീരീസിൽ അങ്ങനെയല്ല. ഈ ഒരു കാണുന്ന ഡിസൈൻ ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരു ഫോണിൽ കാണാൻ പറ്റില്ല. കാരണം ഇത് യുണീക്കാണ്. ഈ ഒരു ഡിസൈൻ ഈ ഒരു ഫോണിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ ഫോൺ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പാറ്റേൺ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സോ യുണീക്ക് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് ഈ ഒരു ക്യാമറ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാഷസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആ ഒരു ബിയാനോ എന്ന് പറയുന്ന സ്റ്റുഡിയോ അഥവാ ടോപ്പ് ഡിസൈനർ സ്റ്റുഡിയോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 14 പ്രോ പ്ലസ് ഒരിക്കലും ഈ ഒരു പേൾ വൈറ്റ് മാത്രമല്ല, ഇത് അതുപോലെ തന്നെ മറ്റൊരു കളർ വേണ്ടി വരുന്നുണ്ട്. അതാണ് റിയൽമിയിലെ ഫസ്റ്റ് വീഗൻ സ്യൂഡ് ലെതറായിട്ട് ഗ്രേ കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബിക്കാനിയർ പർപ്പിൾ എന്ന് പറയുന്ന ഇന്ത്യൻ ഫാൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള യൂണിക് കളേഴ്സിലുമാണ് വരുന്നത്. റിയൽമി 14 പ്രോയിൽ ജയ്പൂർ പിങ്ക് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റൊരു കളർ വേരിയന്റ് കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ റിയൽമി 14 പ്രോ പ്ലസ് 3 യൂണിക് ഡിസൈൻ സ്റ്റൈലോട് കൂടിയിട്ടാണ് വരുന്നത്. പേൾ വൈറ്റ്, അതേപോലെ തന്നെ വീഗൻ സ്യൂഡ് ലെതർ ഡിസൈനും, അതേപോലെ തന്നെ
ബിക്കാനിയർ പർപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ പേൾ വൈറ്റ് മാത്രമാണ് നമ്മൾ പറയുന്ന ഈ ഒരു കളർ ചേഞ്ചിങ് പാറ്റേണോടുകൂടി അഥവാ കോൾഡ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് മെത്തേഡോടുകൂടി വന്നിരിക്കുന്നത്. കൂടാണ്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാർട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ എഡ്ജ് ടു എഡ്ജ് അഥവാ ബെസൽ ലെസ് ഡിസ്പ്ലേ ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു 1.6 mm മാത്രമേ ഇതിൻ്റെ ബെസൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും അതേപോലെ തന്നെ വിഷ്വൽ ഓൺലൈൻ OTT പ്ലാറ്റ്ഫോം എക്സ്പീരിയൻസ് ആണെങ്കിലും ബിഗ്ഗർ ആയിരിക്കും. കൂടാണ്ട് ഇതിൻ്റെ 4 കോർണറും നമുക്ക് വരുന്നത് ക്വാഡ് കർവ്ഡ് ആണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഹാൻഡ് ഫീലും ഏറ്റവും നല്ലൊരു ഓൺലൈൻ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു 14 Pro Plus നിന്ന് ലഭിക്കുന്നതായിരിക്കും. കൂടാണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ 14 Pro Plusൻ്റെ ഡിസ്പ്ലേ പാർട്ടിലോട്ട് വരികയാണെങ്കിൽ 1.5K ഡിസ്പ്ലേയിൽ വരുന്ന AMO LED ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഫോണിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ജസ്റ്റ് 7.99 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ടു ഹാൻഡിൽ ആണ്. ഇവൻ പോക്കറ്റിലിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൈ രീതിയിൽ പിടിക്കുമ്പോഴും നമുക്കൊരു ബിഗ്ഗർ സൈസ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കത് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേൾഡ് ഫസ്റ്റ് കോൾഡ് കളർ ചേഞ്ചിങ് സെൻസിറ്റീവ് ഡിസൈനോട് കൂടിയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്ന ബെസൽലെസ് 1.6 mm മാത്രം തിക്നെസ് വരുന്ന കോഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും 1.5K AMO LED സപ്പോർട്ടോട് കൂടിയിട്ട്. ദെൻ ഇതിൻ്റെ കളർ ചേഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഡിസൈനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോൺ ഒരിക്കലും ഈ ഒരു ഡിസൈനിൽ മറ്റൊരു പേൾ ഡിസൈൻ വരില്ല. ആ ഒരു ഫോൺ എൻറ്റയർലി ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. സോ ഒരു യുണീക്ക് ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പ്രീമിയം ആയിട്ടുള്ള ആ ഒരു വീഗൻ സ്യൂഡ് ലെതർ ഡിസൈനിലും നമുക്കിതൊരു ഗ്രേ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫാൻസിന് മാത്രമായിട്ടുള്ള ബിക്കാനിയർ പർപ്പിൾ കോമ്പിനേഷനിലും വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ സെഗ്മെൻറ്റിൽ 7.9 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. അതും ഏറ്റവും നല്ലൊരു ഹാൻഡ് ഫീലിംഗ് ആയിരിക്കും നമ്മൾ ഈ ഒരു 14 Pro Plus നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് റിയൽമി 14 Proൻ്റെ ക്യാമറയിലോട്ട് നോക്കാം. അപ്പോൾ ആസ് പെർ ദി സർവേ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രകാരം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ് അതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ്, സൂം ഫോട്ടോസ്, ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ്, അതേപോലെ തന്നെ നൈറ്റ് ഇവൻറ്റ്സ്, ഷോസ് ഒക്കെ ആയിരിക്കും. ഇതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ആ ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതെ, കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ഒരു ഫ്രീ ടൈം. കാരണം ആ ഒരു ഡേ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ നല്ലധികം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് റിയൽമിയുടെ 14 Pro Plus വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ റിയൽമി 14 Pro Plusൻ്റെ ക്യാമറയിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. റിയൽമി 14 Pro Plusൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വേൾഡ് ഫസ്റ്റ് ട്രിപ്പിൾ ഫ്ലാഷ് ആണ്, അതോ മാജിക് ഗ്ലോ ട്രിപ്പിൾ ഫ്ലാഷ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വാം ലൈറ്റ് അല്ലെങ്കിൽ കൂൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാർട്ട് കളർ ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഫംഗ്ഷൻസ് ആണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ഒരു ഫ്ലാഷ് നമുക്ക് കളർ സെൻസിറ്റിവിറ്റി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഫിൽറ്റേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. റിയൽമി 14 Pro Plusൻ്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിലോട്ട് നോക്കുന്ന സമയത്ത് സെഗ്മെൻറ്റിൽ തന്നെ ഡ്യുവൽ അഥവാ സോണി ലെൻസിൽ വരുന്ന ഡ്യുവൽ 50 MB OIS ക്യാമറയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ 50 MB സോണി OIS ക്യാമറയാണ്. അതും സോണി IMX സീരീസിൽ വരുന്ന 896 സെൻസറോട് കൂടിയിട്ടാണ്. അതേപോലെ സെക്കൻഡറി നോക്കുകയാണെങ്കിൽ അതും 50 MB OIS ക്യാമറ തന്നെയാണ്. സോണി IMXൻ്റെ 882 സെൻസറിലാണ്. അതേപോലെ ഇതിൻ്റെ വൈഡ് ക്യാമറ നോക്കുന്ന സമയത്ത് 8 MB സോണി IMXൽ 335 ലെൻസോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. ദെൻ ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയിലോട്ട് വരുമ്പോൾ 32 MP സെൽഫി ക്യാമറയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ക്യാമറയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. അതിലൊന്ന് പോർട്രേറ്റ് ആണ്. നിങ്ങൾക്കറിയാം, പോർട്രേറ്റ് ഇല്ലാത്തൊരു ഫോൺ ഇപ്പോൾ ഒരു കസ്റ്റമറും എക്സ്പെക്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർക്ക് എന്താണ്, പോർട്രേറ്റ് വേണം. ഒരു സ്റ്റുഡിയോ ലെവൽ ഫോട്ടോഗ്രാഫിക്ക് പോർട്രേറ്റ് വേണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താണ് ട്രിപ്പിൾ അഥവാ 3x സൂം ചെയ്ത് പോലും പോർട്രേറ്റ് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഫംഗ്ഷനാണ് ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് അൾട്രാ ക്ലാരിറ്റി, ഇവൻ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഒരു ബ്ലേഡ് ആവുകയാണെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള AI അൾട്രാ ക്ലാരിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 2.0 ആണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് സൂമിങ്, എത്ര ദൂരെയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന 120x AI സ്മാർട്ട് സൂമിങ് തന്നെയാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്.
ദെൻ വീഡിയോഗ്രാഫിയിലാണെങ്കിലും ഇതിൻ്റെ സ്റ്റെബിലിറ്റി, ഈവൻ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ മോഡിലോട്ടാണെങ്കിലും സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഫോട്ടോഗ്രാഫി നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ദെൻ സ്നാപ്പ് അഥവാ AI സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ആ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ എത്ര ഫാസ്റ്റ് ആണെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന AI സ്നാപ്ഷോട്ടും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ AI എറേസർ, ഇപ്പോൾ നമുക്കൊരു ഫോട്ടോസ് കിട്ടുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എറേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എറേസർ ഓപ്ഷൻ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI എറേസർ 2.0 വേർഷനും ഇതിൽ വന്നിട്ടുണ്ട്. കൂടാണ്ട് നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ സെപ്പറേറ്റ് ഒരു മോഡ് തന്നെയാണ് ഞാൻ കാണിച്ചതുപോലെ ആ ഒരു ഫോട്ടോഗ്രാഫി ഏറ്റവും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന AI നൈറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്. കൂടാണ്ട് ലൈവ് ഫോട്ടോ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ലൈവ് ഫോട്ടോഗ്രാഫി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദെൻ ഫ്രണ്ട് ക്യാമറയാണെങ്കിലും ഏറ്റവും നല്ല സെൽഫി ക്യാമറ ഫംഗ്ഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ വന്നത്. സെൽഫി ക്യാമറയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ഹൈ ക്വാളിറ്റി സെൽഫി തന്നെയാണ് നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം റിയൽമിയുടെ ലാസ്റ്റ് സീരീസിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള പെരിസ്കോപ്പിക് ക്യാമറ തന്നെയാണ്, അഥവാ സുപ്പീരിയർ ആയിട്ടുള്ള പെരിസ്കോപ്പിക് ക്യാമറ തന്നെയാണ് നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നോക്കുന്ന സമയത്ത് ഒരു വൈഡ് ആംഗിൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 1x 2x 3x 6x വരെയുള്ള ഹൈ ക്വാളിറ്റി സൂമിംഗ് ക്യാപ്ചേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ അത് മുതൽ 120x വരെയുള്ള ഡിഫറൻറ്റ് സൂമിംഗ് മോഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ എത്ര ഫാർ ആയിട്ടുള്ള ഷോട്ട്സ് ആണെങ്കിലും ഈ ഒരു പെരിസ്കോപ്പിക് ലെൻസിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. 14 Pro Plusൽ വന്നിരിക്കുന്ന മറ്റൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ഫംഗ്ഷനാണ് അണ്ടർ വാട്ടർ. നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള GT7 സീരീസിൽ മാത്രമുള്ള ഒരു അണ്ടർ വാട്ടർ മോഡും വന്നിട്ടുണ്ട്. അതും ഇതിൽ നിങ്ങൾക്ക് വീഡിയോഗ്രാഫി ആണെങ്കിൽ പോലും 4K വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അതേപോലെ സ്ലോ മോഷൻസ് ക്യാപ്ചർ ചെയ്യാം, ടൈം ലാപ്സ്, അൾട്രാ സ്റ്റഡി ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഫോണും കൂടിയാണ് Realme 14 Pro Plus എന്ന് പറയുന്നത്. സോ ഇത്രത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും നമ്മൾ സോ ക്ലിയർ എന്ന് പറയുന്നത്. ഇതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലായിട്ടുള്ള സോ പവർഫുൾ എന്നുള്ള സെഗ്മെൻറ്റിലോട്ട് പോകാം. എപ്പോഴാണ് നമ്മളൊരു ഫോണിന് അതിന് ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു ഫോൺ ഏറ്റവും പവർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നത്? അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് ആവരുത്. ഇത് തന്നെയാണ് നിങ്ങളെ കൺസെപ്റ്റ് അല്ലേ? അപ്പോൾ നമ്മളെ യൂസേഴ്സിൽ മുന്നിൽ വരുന്ന യൂസേഴ്സിന് പല പല കാര്യങ്ങളുണ്ടായിരിക്കും. അവർ യൂസ് ചെയ്യുന്ന സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കണം. അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കണം. അതേപോലെ തന്നെ മോസ്റ്റ് റഗ്ഡ് ആയിട്ടുള്ള ഫോണായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പല പല സെനാരിയോ ആണ് നമ്മൾ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവർ ഒരു പവർഫുൾ ഫോണിൽ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ അവൈലബിൾ ആണ്? Realme 14 Pro Plusൽ അവൈലബിൾ ആണ്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. Realme 14 Pro Plus ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സീരീസിലെ 7S Gen 3 ചിപ്സെറ്റോട് കൂടിയിട്ടാണ്. അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4nm ചിപ്സെറ്റാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതും 2.5 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയിട്ടും Adreno GPUയുടെ ഗ്രാഫിക്സ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്. കൂടാണ്ട് ഏതൊരു എക്സ്ട്രീം സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഫോൺ ഹീറ്റാവും എന്നുള്ളൊരു പേടി വേണ്ട. കാരണം ഇതിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വേപ്പർ കൂളിംഗ് സിസ്റ്റമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ 6000 mm² വരുന്ന വേപ്പർ കൂളിംഗ് സിസ്റ്റമാണ്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവാലുവേറ്റ് ചെയ്യുന്ന ANTU ബെഞ്ച് മാർക്കിംഗ് സ്കോർ പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സെയിം പ്രോസസ്സർ അവൈലബിൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻ മോഡലുകളേക്കാണ് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതലാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ സെയിം പ്രോസസ്സർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 725K ANTU സ്കോറിലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലായിട്ടുള്ള 820K പ്ലസ് ANTU ബെഞ്ച് മാർക്കിംഗ് സ്കോറോട് കൂടിയിട്ടാണ് റിയൽമി ഈ ഒരു സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് നമ്മൾ Realme 14 Pro Plusൽ കൊടുത്തിരിക്കുന്നത്. സോ ഒരു പവർഫുൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് ഡിസ്പ്ലേ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു 1.5Kയുടെ AMOLED ഡിസ്പ്ലേ ആണ്. അതും ഡിപ്പെൻഡ് ഓൺ ഗെയിംസ് ലൈക്ക് പറയുകയാണെങ്കിൽ ഹോണർ ഓഫ് കിങ്, മൊബൈൽ ലെജൻസ്, കോൾ ഓഫ് ഡ്യൂട്ടി ഇങ്ങനെയുള്ള ഒരു ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 120 FPS വരെയും, അതേപോലെ തന്നെ ഫ്രീ ഫയർ പോലെയുള്ള ഗെയിംസ് ആണെങ്കിൽ 90 FPS വരെയും ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ റാം വേരിയൻസ് എന്ന് പറയുന്ന 3 വേരിയൻറ്റിലാണ് 8GB 128, അതേപോലെ തന്നെ 8GB 256, 12GB 256. ഈ പറയുന്ന 12GB 256 വേരിയൻറ്റിന് ഇത് നമുക്ക് ഒന്നുകൂടെ യൂസ് ചെയ്യുന്നതനുസരിച്ച് ലാഗ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം അപ് ടു 14GB. അപ്പോൾ ഇനീഷ്യലി പറയുകയാണെങ്കിൽ 12+14GB എന്ന് പറയുന്ന ഹയസ്റ്റ് റോം കൺസെപ്റ്റിലാണ് ഈ ഒരു 14 Pro Plus സീരീസ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇതിൻ്റെ ഫോണിൻ്റെ പെർഫോമൻസിലെല്ലാം വന്നു. ഇതിൽ ഒരു കാര്യം മിസ്സായിട്ടുണ്ട്, ഇതിൻ്റെ ബാറ്ററി അല്ലേ. ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിലെ ഹയസ്റ്റ് ബാറ്ററിയാണ് 6000 mAh വരുന്ന ടൈറ്റൻ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ ഒരു ലോങ് ഡേ യൂസേജിന് നിങ്ങൾക്ക് ഇനഫാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒരു 2 ദിവസത്തെ യൂസേജിന് വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴാണ് ഒരു ഡൗട്ട്, ഇത്രയും വലിയൊരു mAh വരുന്നൊരു ബാറ്ററി നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ കൂടുതൽ നേരം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലേ?
യാതൊരു പേടിയില്ല. ഇതിൽ 80 വോൾട്ടിൻ്റെ സൂപ്പർ വൂക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 0 to 50% ചാർജ് ചെയ്യാൻ ഇതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ജസ്റ്റ് 23 മിനിറ്റ് ആണ്. അപ്പോൾ ഇവൻ നിങ്ങൾ രാത്രി കണക്ട് ചെയ്ത് മറന്നുപോയി ചാർജ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കാര്യമാണ് കണക്ട് ചെയ്ത് ഉറങ്ങണം അല്ലേ, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് അത് ഓൺ ആയില്ലെങ്കിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. ഒരു പേടിയില്ല. നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കുളിച്ച് വരുന്ന സമയം തന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന 50% ചാർജ് ചെയ്യാവുന്നതാണ്. ഒരു പേടിയില്ലാണ്ട് ഏറ്റവും രീതിയിൽ നല്ല സേഫ് ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയോട് കൂടിയിട്ടാണ് 14 Pro Plus വരുന്നത്. കൂടാണ്ട് റിയൽമി 14 Pro Plusൻ്റെ ഇത്രയും നമ്മൾ പറഞ്ഞു ഒരു യുണീക്ക് ആയിട്ടും അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടും അതേപോലെ പവർഫുൾ ആയിട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ഓൾറൗണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് 14 Pro Plusന് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ IP റേറ്റിംഗ് ആണ്. ട്രിപ്പിൾ IP റേറ്റിംഗോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. IP66, IP68, IP69. ഈവൻ IP69 എന്ന് പറയുന്ന ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ആണ്. അതേപോലെ തന്നെ 68 എന്ന് പറയുന്ന ഏകദേശം നിങ്ങൾക്ക് 1.5 മീറ്ററോളം ഡെപ്തിലോട്ട് പ്രൊട്ടക്റ്റ് കിട്ടും. ഇതെല്ലാം ക്ലിയർ വാട്ടറിലാണ്. ഈ ഒരു ട്രിപ്പിൾ IP റേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഫോണായിരിക്കും റിയൽമി 14 Pro Plus എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വെള്ളമാവുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്ന് പറയുന്ന അൽഗോരിതവും ഈ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. ദെൻ ഇതിൻ്റെ ഇതിൽ സർട്ടിഫൈ നമ്മൾ പറയുന്ന മാത്രമല്ല, ഈ പ്രൊഡക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത്. അഥവാ വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള TOV റീലാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സർട്ടിഫൈഡ് ആണ്. അതേപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് നമ്മൾ 14X സീരീസിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻ്റോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സോ പവർഫുൾ എന്ന് പറയുന്ന 14 Pro Plusൻ്റെ പാർട്ട് ഒന്ന് റീലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കിംഗ് സ്കോറിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7S Gen 3 ചിപ്സെറ്റാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഹയസ്റ്റ് 6000 mAh ബാറ്ററിയിൽ 80 വോൾട്ടിൻ്റെ സൂപ്പർ വൂക്കോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അതേപോലെ തന്നെ പെർഫോമൻസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹീറ്റ് ആവും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ യാതൊരു ഭയം കൂടാണ്ട് എടുക്കാം. കാരണം ഇതിൽ 6000 mm² വേപ്പർ കൂളിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ട്രിപ്പിൾ IP റേറ്റഡ് ആണ്. IP69 ഹയസ്റ്റ് ലെവലും അവൈലബിൾ ആണ്. ഇത് സർട്ടിഫൈഡ് ആണ് TOV റീലാൻഡ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ മിലിറ്ററി ഷോക്ക് റെസിസ്റ്റൻറ്റും ഇത് അപ്ഡേറ്റഡ് ആണ്. കൂടാണ്ട് നോക്കുകയാണെങ്കിൽ വേരിയൻ്റ് എന്ന് പറയുന്ന ഹയസ്റ്റ് വേരിയൻറ്റ് 256GB ആണ്. അതേപോലെ റോം വേരിയൻറ്റ് എന്ന് പറയുന്നത് 12+14GB ആണ്. സോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് സോ യുണീക്ക്, സോ ക്ലിയർ, സോ പവർഫുൾ എന്ന് പറയുന്നത്. ഒരു ഓവർലുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇതിലെ വേൾഡ് ഫസ്റ്റ് ഏറ്റവും എന്ന് പറയുന്ന സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ബെസലായിട്ടുള്ള കോഡ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും 1.5K AMOLED കോൺട്രിബ്യൂഷനോട് കൂടിയിട്ട്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോഡ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് ഡിസൈൻ ആണ്. ഇത് മറ്റൊരു ഫോണിലും ഈ ഒരു സെഗ്മെൻറ്റിൽ വേൾഡ് ഫസ്റ്റ് ആണ്, എവിടെയും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ പോരാ, മാജിക് ഗ്ലോ ട്രിപ്പിൾ ഫ്ലാഷ് ആണ്. നിങ്ങൾക്ക് കോളിൽ നിന്നും വാമിലോട്ടും ആ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു സെഗ്മെൻറ്റിലും അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ആ ഒരു പ്രീമിയം ആയിട്ടുള്ള വീഗൻ സ്യൂഡ് ലെതർ ഡിസൈനിലാണ് ഇതിൻ്റെ മറ്റൊരു കളർ കോമ്പിനേഷൻ അഥവാ ഡിസൈനിൽ വന്നിരിക്കുന്നത്. അതും മറ്റൊരു ബ്രാൻഡിലും അഥവാ റിയൽമിയിൽ തന്നെ ആദ്യമായിട്ടാണ്. ദെൻ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയിലോട്ട് വരുമ്പോൾ ആ ഒരു ഫ്ലെക്സ് പാക്ക് ആയിട്ടുള്ള ബാറ്ററി ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 6000 mAh പാക്ഡ് ആയിട്ടിരിക്കുന്ന, പുറത്തോട്ട് വരാൻ ഒരു ചാൻസും ഇല്ലാത്ത ആ ഒരു ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ വിത്ത് പെരിസ്കോപ്പിക് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ബ്രാൻഡിലും മറ്റ് ബ്രാൻഡുകളിലും ഇവൻ കോമ്പറ്റ് ചെയ്യാൻ പോലും അവൈലബിൾ അല്ലാത്ത ഈ ഒരു ഫുൾ പവർ പാക്ക് ഐറ്റംസോട് കൂടിയിട്ടാണ് റിയൽമി 14 Pro Plus നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ഓവർലുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് നമ്പർ 14 Pro സീരീസ് ആണ്, Pro Plus ആണ്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 13 Pro Plusമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 6 മേജർ അപ്ഗ്രേഡ്സ് ആണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു 14 Pro Plus നമ്മൾ കൊടുത്തിരിക്കുന്ന അതിനേക്കാളും ഏറ്റവും സ്ലിമ്മറും തിക്കും കുറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള കോൾഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതിൻ്റെ ഫോട്ടോഗ്രാഫിക്കാണ്. കാരണം ഇതിൽ ട്രിപ്പിൾ ഫ്ലാഷ് സിസ്റ്റത്തോട് കൂടി വരുന്ന അഥവാ സെൽഫി ആയിട്ടുള്ള ഓട്ടോ ഫോക്കസിൽ വരുന്ന ക്യാമറ കൺസെപ്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതും പെരിസ്കോപ്പിക് ലെൻസോട് കൂടിയിട്ട് തന്നെയാണ്. അതേപോലെ പെർഫോമൻസിൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ CPU ആണെങ്കിലും വേപ്പർ കൂളിംഗ് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് ആണെങ്കിലും എല്ലാം തന്നെ 13 Pro Plus നിന്നും അപ്ഗ്രേഡ് ആയിട്ടാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ബാറ്ററി 5000 mAh ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മാറി നമ്മളുടെ 6000 mAh എത്തിയിരിക്കുന്നത്. അതും ബെറ്റർ ക്രാഫ്റ്റോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇവൻ ഡിസ്പ്ലേയിൽ നോക്കുമ്പോഴും അവിടെ ഡ്യുവൽ കർവ്ഡ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കോഡ് കർവ്ഡ് ആയിട്ടുള്ള ഏറ്റവും തിക്നെസ് കുറഞ്ഞ ബെസൽലെസ് കുറഞ്ഞ ആ ഒരു ഡിസ്പ്ലേ നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ദെൻ ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ബെറ്റർ വാട്ടർ പ്രൂഫ് ആണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ IP69 വരുന്ന
ബെറ്റർ വാട്ടർ പ്രൂഫിങ്ങോട് കൂടിയിട്ടാണ്, അതും മിലിറ്ററി ഷോക്ക് റെസിസ്റ്റൻറ്റോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ എൻ്റയർലി നോക്കുന്ന സമയത്ത് 13 Pro Plus സീരീസിൽ നിന്നും ഒരു ബിഗ് ചേഞ്ച് തന്നെയാണ്, മാസീവ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് റിയൽമി 14 Pro Plus നമ്മൾക്ക് വന്നിരിക്കുന്നത്. സോ ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാം Pro Plus സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിൽ റിയൽമി 14 Pro എന്ന് പറയുന്ന ഒരു ബേസ് വേരിയൻറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ മേജർ ആയിട്ടെന്ന് പറയുന്നത് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് റിയൽമി 14 Pro Plusൽ അതിൻ്റെ തിക്നെസ് 7.99 mm ആണെങ്കിൽ അതിനേക്കാളും തിക്നെസ് കുറവാണ് ഏതെന്ന് പറയുന്നത് റിയൽമി 14 Pro. കാരണം 7.55 mm തിക്നെസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ക്യാമറയിലോട്ട് വരുമ്പോൾ 14 Pro Plusൽ നമ്മൾ വന്നിരിക്കുന്ന ട്രിപ്പിൾ സോണി ലെൻസ് ക്യാമറയോട് കൂടി വരുന്ന സപ്പോർട്ടായിരുന്നെങ്കിൽ ഇവിടെ വരുന്ന സിംഗിൾ സോണി അഥവാ IMXൻ്റെ 882 വരുന്ന 50 MB OIS ഡ്യുവൽ ക്യാമറയിൽ വരുന്ന കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. അത് ഡ്യുവൽ ക്യാമറയാണ്. അതേപോലെ ഫ്രണ്ട് ക്യാമറയിലോട്ട് പറയുകയാണെങ്കിൽ 14 Pro Plusൽ നമുക്ക് 32 MP ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് 16 MP ക്യാമറയാണ് സെൽഫിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. AI ഫംഗ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ഒരുപോലെ ഏകദേശം എല്ലാം തന്നെ നമ്മളിതിൽ മാപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ 14 Pro Plus നമ്മൾ വരുന്നത് സ്നാപ്ഡ്രാഗൺ സീരീസിലെ 7S Gen 3 ചിപ്സെറ്റിൽ, അതും ഹയസ്റ്റ് ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കിംഗ് സ്കോർ ആയിട്ടുള്ള 820K+ലാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ 14 Proയിലോട്ട് വരുമ്പോൾ ഡയമണ്ട്സിറ്റി സീരീസിലെ 7300E എന്ന് പറയുന്ന എനർജി സീരീസിലോട്ടാണ് വരുന്നത്. അതും ആ ഒരു സെഗ്മെൻറ്റിലെ ഹയസ്റ്റ് അഥവാ ഡയമണ്ട്സിറ്റി ഏറ്റവും ഹയസ്റ്റിൽ വരുന്ന ഏകദേശം 730K+ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കിംഗ് സ്കോറിലാണ് നമ്മൾ വരുന്നത്. ബാറ്ററി രണ്ട് സീരീസിലും ഒന്ന് തന്നെയാണ്, 6000 mAh ബാറ്ററിയാണ്. 14 Pro Plusലാണെങ്കിൽ 80 വോൾട്ടിൻ്റെ സൂപ്പർ വൂക്കും, അതേപോലെ പ്രോയിലാണെങ്കിൽ നമുക്ക് വരുന്ന 45 വോൾട്ടിൻ്റെ സൂപ്പർ വൂക്കും ആയിരിക്കും. അതേപോലെ സ്ക്രീൻ പാർട്ടിലോട്ട് ഡിസ്പ്ലേ പാർട്ടിലോട്ട് വരികയാണെങ്കിൽ Pro Plusൽ നമ്മൾ വന്നിരിക്കുന്നത് 6.83 എന്ന് പറയുന്ന ലാർജ് ആയിട്ടുള്ള 1.5K ക്വാഡ് കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ പ്രോയിൽ വരുമ്പോൾ 6.77 ഇഞ്ചിൻ്റെ 3D AMOLED ഡിസ്പ്ലേ ആണ് നമ്മളിതിൽ വന്നിരിക്കുന്നത്. അതും 120 Hz സപ്പോർട്ടബിൾ ആണ്. ദെൻ അതർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാം തന്നെ IP69 മിലിറ്ററി ലെവൽ പ്രൊട്ടക്ഷൻ, ഷോക്ക് റെസിസ്റ്റൻറ്റ്, TUV റിംഗ്ലാൻഡിൻ്റെ സ്മാർട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഏതിലും അവൈലബിൾ ആണ്, രണ്ട് വേരിയൻറ്റിലും അവൈലബിൾ. സോ ഇതാണ് റിയൽമി 14 Pro Plus. സോ യുണീക്ക്, സോ ക്ലിയർ, സോ പവർഫുൾ. താങ്ക് യു.